ഹലോ. അപ്പോൾ ഞങ്ങൾ നസ്രാണികളുടെ പള്ളിയിലുള്ള കെട്ടും അതിനോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളും കൂടിയിട്ട് വീഡിയോയിൽ ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം എല്ലാവർക്കും സ്തുതിയൊക്കെ കൊടുത്ത് നമ്മൾ പള്ളിയിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അതിന് ശേഷം ഒത്തിരി പേര് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ, എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ഡേസി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നിതിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? ഇതിന്റെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകൂടി ആശീർവദിക്കണമേ. പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ.
ഓരോ മതത്തിലും ഓരോ രീതിക്ക് അനുസരിച്ചായിരിക്കുമല്ലോ വിവാഹം. അപ്പോൾ അത് കാണാത്ത പലരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അതിൽ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ കൂട്ടി ഇണക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ അനിയനും അനിയത്തിക്കും ഫാമിലിക്കും വേണം. അപ്പോൾ ടാറ്റാ, ബായ്.